കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ നവജാത ശിശുവിന്റെ മൃതദേഹത്തിനായുള്ള തിരച്ചിൽ ഇന്നും തുടരും. 2016-ൽ സാഗര ജംഗ്ഷനിലെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം കുഞ്ഞിനെ തൊഴുത്തിൽ കുഴിച്ചുമൂടിയെന്നാണ് പ്രതികളുടെ മൊഴി. കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യയും മകനും അടക്കമുള്ളവരെ ചോദ്യം ചെയ്ത ശേഷമാകും അറസ്റ്റ് നടപടികൾ. കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വീട്ടിൽ തലക്കടിച്ചു കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ വിജയന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ പുറത്തെടുത്ത നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചതിനു ശേഷം ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് 2016-ൽ നിതീഷും വിജയനും അടക്കം ചേർന്ന് കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ നവജാത ശിശുവിന്റെ മൃതദേഹത്തിനായി കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടിന് സമീപമുള്ള തൊഴുത്തിന്റെ തറ കുഴിച്ചുള്ള പരിശോധന ആരംഭിച്ചത്. 2.5 മണിക്കൂറോളം പരിശോധന നടത്തിയെങ്കിലും മൃതദേഹത്തിന്റേതായ അവശിഷ്ടങ്ങൾ ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. തുടർന്ന് തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്ന് വീണ്ടും തിരച്ചിൽ തുടരുമെന്നും മറ്റു പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും ഇടുക്കി SP വിഷ്ണു പ്രദീപ് പറഞ്ഞു. കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ സുമ, മകൻ വിഷ്ണു എന്നിവരെ പോലീസ് വീണ്ടും വിശദമായി ചോദ്യം ചെയ്യും. ഇതിനുശേഷമാകും അറസ്റ്റ് ഉണ്ടാവുക. റിപ്പോർട്ടർ, ഇടുക്കി.